ഇപ്പോൾ മനു വീണ്ടും അവിടെ ചേരുകയാണ്. മനു, സങ്കടകരമായ കാഴ്ചകൾ തന്നെ ആയിരിക്കും. എന്താണ് പുത്തുമലയിൽ നിന്ന് നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം ആണ് സ്വാഭാവികമായും. ആളുകൾ വലിയ വേദനയോടെ, ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ് നമുക്ക് രാവിലെ ഇവിടെ വരുമ്പോൾ കാണാൻ കഴിഞ്ഞത്. ആളുകൾ ഓർമ്മകളുമായി, അവരുടെ ഒരുപാട് ഓർമ്മകളുമായി ഇവിടേക്ക് എത്തുന്നു, ഈ ഹൃദയഭൂമിയിലേക്ക് എത്തുന്നു. കളിപ്പാട്ടങ്ങളും പൂക്കളുമൊക്കെ അർപ്പിക്കുന്നു. വളരെ വേദനയോടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് പുത്തുമലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഒരു ദിവസം മനു എൻ്റെ ഒപ്പമുണ്ട്. നമുക്ക് ആ ഒരു രാത്രി, അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ പുത്തുമലയും ചൂരൽമലയും ഒക്കെ നമ്മൾ വന്നപ്പോൾ കണ്ട അതേപോലെ ആളുകൾ അത് അതിജീവിക്കാൻ കഴിയാതെ മാനസികമായും ഒക്കെ വലിയ വിഷമത്തിൽ ആളുകൾ ഇന്നും നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ? തീർച്ചയായും നമുക്ക് എങ്ങനെ അത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം അത്രമാത്രം വേദനയോടെ മനുഷ്യരിവിടെ കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ പുത്തുമലയിൽ, വയനാട്ടിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓർമ്മകൾ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഓർമ്മകളൊന്നും ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഇത് പൊതു ശ്മശാനമാണ്. ഇവിടെ എത്രയോ മനുഷ്യരിങ്ങനെ ഓർമ്മകളായി അവശേഷിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെ വീണ്ടെടുക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്വാലി, ഇപ്പോൾ നേരത്തെ ഒരു ദൃശ്യം കണ്ടിരുന്നു. ഒരു കുടുംബത്തിലെ 3 കുഞ്ഞുങ്ങൾ മരിച്ച ഒരു കുടുംബം ഇവിടെ എത്തി ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവച്ച് പൂക്കളൊക്കെ അർപ്പിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അവർക്ക് എങ്ങനെ ഈ ഒരു വർഷം ഇങ്ങനെ കടന്നു പോകാൻ പറ്റിയെന്ന്. കാരണം കഴിഞ്ഞ ജൂലൈ മാസം 29-ാം തീയതി ഇരുട്ടി വെളുത്തപ്പോഴാണ് ആ മഹാദുരന്തം ഉരുളായി ഇവിടെ ഇങ്ങനെ പെയ്തിറങ്ങി എത്തിയത്. അതിനുശേഷം ആ മനുഷ്യർ എങ്ങനെ അതിജീവിച്ചു എന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത്രമാത്രം വേദന തിങ്ങിയ ഒരു കാലം. പക്ഷേ ജീവിതമല്ലേ, കടന്നു പോയേ പറ്റൂ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. നമുക്കിവിടെ ഈ ദൃശ്യങ്ങളൊക്കെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ആത്യന്തികമായി നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ, ഇത്രയേ നമ്മുടെ ജീവനുള്ളൂ എന്ന് ഈ ദൃശ്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ മുഖങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. നിവേദ, ധ്യാൻ, ഇഷാൻ, 3 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് മണ്ണിനടിയിലേക്ക് പോയതാണ്. ശരീരഭാഗങ്ങൾ പോലും നല്ല രീതിയിൽ കിട്ടിയിരുന്നില്ല. പിന്നീട് DNA പരിശോധനയൊക്കെ നടത്തി അങ്ങനെ കേവലം നമ്പറുകളായി മാത്രം മനുഷ്യൻ മാറുന്നത് നമ്മളിവിടെ കണ്ടു. നമ്മൾ ഈ പറയുന്ന ആടയാഭരണങ്ങളും മേൽവിലാസങ്ങളും ഒക്കെ നമ്മൾ ജീവനോടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളങ്ങനെ നടക്കുന്ന ആ സമയത്ത് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇതൊക്കെ പറയുന്നത്. അന്നത്തെ ദൃശ്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാകും സ്വാലി. ഇങ്ങോട്ടേക്ക് ആംബുലൻസുകൾ മാത്രം കടന്നു വരുന്ന വഴികൾ മാത്രമായിരുന്നു ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അതിൽ ഉറ്റവരെ തേടി നടക്കുന്ന മനുഷ്യർ, ഉടയവരെ തേടി നടക്കുന്ന മനുഷ്യർ, അല്ലേ, അല്പമെങ്കിലും ജീവൻ ബാക്കിയുള്ളവരെ കൊണ്ട് ആശുപത്രികളിലേക്ക് പായുന്ന എത്രയോ ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ സമയം മുഴുവൻ ദൃശ്യങ്ങളിൽ വെള്ളാർമലയിലെ സ്കൂളിലെ അവിടുത്തെ പുഷ്പാർച്ചനകൾ കണ്ടു, അല്ലെങ്കിൽ അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടു. അതിനേക്കാൾ സങ്കടകരമാണ് ഇവിടെ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇടമാണ്. ഹൃദയഭൂമി എന്നാണ് ഈ മണ്ണിന് അവർ നൽകിയിരിക്കുന്ന പേരെന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ഹൃദയഭൂമി തന്നെയാണ്. കാരണം തങ്ങളുടെ ഹൃദയങ്ങളായ മനുഷ്യർ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോയി അവരുടെ ശേഷിപ്പുകൾ മാത്രം അവശേഷിക്കുന്നൊരു ഭൂമി എന്ന് പറയും. അപ്പോൾ അതിനെ ഹൃദയഭൂമി എന്ന പേര് ഏറ്റവും അതിനോട് ചേർന്ന് നിൽക്കും. അത് ഏറ്റവും ചേർന്ന് നിൽക്കും. ഈ രാവിലെയൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ആളുകൾ വിഷമത്തോടെ, സങ്കടത്തോടെ ഒരിക്കലും മറക്കാൻ കഴിയുന്ന അനുഭവങ്ങളല്ല ഒരാൾക്കും ഉള്ളത്. പക്ഷേ ആളുകൾ അതിജീവിക്കുകയാണ്. ഈ പഞ്ചായത്ത് ഈ ശ്മശാനത്തിന് പേരിട്ട ഹൃദയഭൂമി എന്ന പേര് വളരെ സാർത്ഥകമായി ആളുകൾ അതിനെ എന്താ പറയുക, ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ ഈ സ്മരണകളുമായി എത്തുകയാണ്. ഇന്ന് ഇങ്ങോട്ട് പ്രത്യേകമായിട്ട് സർക്കാർ വലിയ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് KSRTC ബസ്സിൻ്റെ സർവീസുണ്ട്. ആർക്കൊക്കെയാണോ ഇവിടെ വന്ന് ആളുകളെ അനുസ്മരിക്കാൻ, അവരെ ഓർമ്മകളുമായി ഇവിടെ എത്താൻ, അതിനു വേണ്ട ഗതാഗത സംവിധാനം ഉൾപ്പെടെ ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 9 മണി മുതൽ ബസ്സുകൾ എത്തിത്തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 10 മണിക്കാണ് സർവ്വമത പ്രാർത്ഥന നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും ഒരു ഭാഗത്ത് പൂർത്തിയായി. പറഞ്ഞതുപോലെ സർവ്വമത പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ വലിയ വേർതിരിവുകളൊക്കെ പറയുന്നത് കാണാം. ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് നോക്കിയാൽ മതി. ചില കല്ലറകളിൽ ഓം എന്ന് എഴുതിയിട്ടുണ്ട്, ചില കല്ലറകളിൽ ചന്ദ്രക്കല വച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും.
മനുഷ്യൻ ജാതിയോ മതമോ ഒന്നുമില്ലാതെ മണ്ണിനടിയിൽ ഉറങ്ങുന്നു. ആത്യന്തികമായി അത്രമേ ഉള്ളൂ. ഈ പറയുന്ന മതവും ജാതിയുമൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ നിസ്സാരന്മാരാണ് എന്ന് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നു. ജീവിതം തുടങ്ങുന്നതിന് മുൻപ് നമ്മളെ വിട്ടുപോയ കുഞ്ഞുങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീരോടെ അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാനോ പറയാനോ കഴിയില്ല. ശബ്ദമുയർത്തി ഒരു വാക്ക് പോലും ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യരുടെയും മുഖങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, കടലാഴങ്ങളാണ് കാണാൻ കഴിയുന്നത്. വേദനയുടെ കടലാഴങ്ങൾ. അതിൽ നിന്ന് അവർ എപ്പോൾ കരകയറുമെന്നോ എങ്ങനെ കയറുമെന്നോ ഓർമ്മയില്ല. ഒന്ന് ഓർത്ത് നോക്കൂ. ആ 3 കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ പറയാം. ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ സ്കൂളുകളിലേക്കുമൊക്കെ പോയി ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ കളിച്ച് ചിരിച്ച് നടക്കേണ്ട മക്കളാണ് അല്ലേ. ഇതാ നിവേദ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ 2015 ജനിക്കുന്നത്. 2024 വെറും 10 വയസ്സിൽ താഴെ മാത്രമേ ഉള്ളൂ. ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മണ്ണിനടിയിലേക്ക് മടങ്ങേണ്ടി വന്നു. ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒരു വേദന. ഇപ്പോൾ ധ്യാനിൻ്റെ പേര് ഉണ്ട് അവിടെ, 17 7 വയസ്സേ ഉള്ളൂ. ഇഷാൻ 20 4 വയസ്സേ ഉള്ളൂ. 3 മക്കൾ. അവർ ഒരുമിച്ച് ചിലപ്പോൾ ഒരു കട്ടിലിൽ ഉറങ്ങിയവരായിരിക്കാം അല്ലേ സ്വാലി? തീർച്ചയായും ആ അമ്മയുടെയൊക്കെ ഒരു വിഷമം ഇപ്പോഴും അവരുടെ മുഖത്ത് ഇന്ന് മരിച്ചതുപോലെയാണ് അവർ കരയുന്നത്. അത്രമേൽ വിഷമത്തിൽ സ്വന്തം മക്കളെ ഓർത്ത് വരുന്നു. ഒരു ദിവസം പോലും ഓർക്കാതിരിക്കാൻ അവർക്ക് കഴിയുണ്ടാവില്ല, ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ ഓർമ്മകളില്ലാതെ കരയാതെ ഒരു ദിവസം അവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഈ ഒരു സംഭവത്തിന് ശേഷം. കണ്ണടച്ചാൽ ഒരു പക്ഷേ ആ ദുരന്തത്തിൻ്റെ വലിയ ആഘാതം അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പക്ഷേ മനുഷ്യർ ഇതെല്ലാം മറികടന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിജീവനത്തിൻ്റെ ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് നമുക്ക് ഇപ്പോൾ പ്രധാനമായി നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാനും കഴിയുന്നത്. തീർച്ചയായും ഇപ്പോൾ സ്വാലിഹ് പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ഇത് കണ്ടോ, മറ്റൊരു കല്ലറയുടെ ദൃശ്യം കാണാം. രാജമ്മ, ജയഷേട്ട അതിലോട്ടൊന്ന് കൊടുക്കൂ. രാജമ്മ എന്നാണ് ഒരമ്മയുടെ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ചന്ദനത്തിരികളൊക്കെ അർപ്പിച്ച് ബന്ധുക്കൾ പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുപോലെ എല്ലാ കല്ലറകളിലേക്കും ഇങ്ങനെ ആളുകൾ വരും. ഇപ്പോഴും പേര് രേഖപ്പെടുത്താത്ത നമ്പറുകൾ മാത്രമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേര് രേഖപ്പെടുത്താത്ത, ഇത് കണ്ടോ അവിടെ ഒരു ദൃശ്യം നോക്കൂ. അതിലൊരു ആ കുറ്റിയിൽ എഴുതി വച്ചിരിക്കുന്നത് കണ്ടോ, N18 N18. അതാണ് അവരുടെ അവസാന മേൽവിലാസം എന്ന് പറയുന്നത്. അതാരാണെന്ന് ഈ നിമിഷം വരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് DNA പരിശോധനകളൊക്കെ നടത്തി തിരിച്ചറിഞ്ഞവരെ നമുക്ക് കാണാൻ, തിരിച്ചറിഞ്ഞവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തിരിച്ചറിയാതെ പോയ മനുഷ്യരെ വെറും നമ്പറുകളായി മാത്രം ആ മനുഷ്യ ജീവിതം അവസാനിച്ചു പോകുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പുത്തുമല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ മനസ്സുകൂടി നമ്മളിവിടെ കാണണം. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ മൃതശരീരത്തിനും വലിയൊരു അഭിമാനമുണ്ട് എന്ന് കരുതുന്ന മലയാളിയുടെ ഒരു വലിയ ഒരു കാഴ്ച കൂടിയാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ശരീരഭാഗങ്ങൾ പോലും നമ്പറിട്ടാണെങ്കിൽ പോലും ഇവിടെ എല്ലാവിധ ആദരവുകളോടും കൂടി സംസ്കരിച്ച് അതിന് ചേർന്നൊരു വിടവാങ്ങൽ നൽകിയിട്ടുണ്ട് നമ്മൾ. അത് DNA പരിശോധന നടത്തിയപ്പോൾ ഈ പറയുന്നത് പോലെ ആരാണെന്നറിയില്ല. അത് ഒരു മൃതദേഹം 2 അടക്കിയതിൻ്റെ ഓർമ്മ നമുക്കുണ്ട്. പിന്നീട് DYFI പ്രവർത്തകരൊക്കെ ചേർന്നത് ഒരിടത്തേക്ക് മാറ്റണമെന്ന് ആ കുടുംബത്തിൻ്റെയൊക്കെ ആവശ്യം. അങ്ങനെ ആളുകൾ ആരുടേതെന്നറിയാതെ കുട്ടികളുടെയൊക്കെ ശരീരഭാഗങ്ങൾ, ഞാൻ ഓർക്കണം ആ ദിവസങ്ങളിൽ ചാലിയാറിൽ നിന്നോ കിട്ടുന്നത് കയ്യിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ തല, അല്ലെങ്കിൽ കാലിൻ്റെ ഒരു ഭാഗമൊക്കെയാണ്. വളരെ വേദനിക്കുന്ന കാഴ്ചകളായിരുന്നു. അവരെയൊക്കെ കൊണ്ടുവന്ന് അവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തി DNA പരിശോധന നടത്തി അവർക്കുള്ള ഹൃദയഭൂമി എന്ന് പേരിട്ട് അവരെ എല്ലാം വളരെ മാന്യമായി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ ഭരണകൂടമൊക്കെ. അത് കേരളത്തിൻ്റെ ഒരു പൊതുവായ മനസ്സാണ് സ്വാലി. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഈ കല്ലറകൾ, അതായത് പേരില്ലാത്ത കല്ലറകളിൽ പോലും പൂക്കൾ അർപ്പിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഇവിടെ സ്വന്തം കുടുംബത്തിന്റെ കല്ലറകളിൽ പൂക്കൾ അർപ്പിക്കാൻ വന്ന മനുഷ്യരെല്ലായിടത്തും പൂക്കളിടുകയാണ്. ആരാണെന്ന് അറിയത്തില്ലാത്തവരുടെ കുഴിമാടങ്ങളിൽ പോലും പൂക്കളിട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളം എങ്ങനെയൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു വലിയ മനസ്സ് കാണാൻ കഴിയും. അവിടെ ആ ദൃശ്യങ്ങളിൽ ആ ക്യാമറ അങ്ങോട്ടൊന്ന് കാണിക്കൂ ജയശേട്ടാ. ദൃശ്യങ്ങളിൽ കണ്ടോ, പേരറിയാത്ത കല്ലറകളിൽ പൂക്കൾ അർപ്പിച്ച് പോയിരിക്കുന്നത് കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നേരത്തെ സ്വന്തം ബന്ധുക്കളുടെ ഒക്കെ കല്ലറകളിൽ ആദരമർപ്പിക്കാൻ വന്ന മനുഷ്യരാണ് ഈ പേരറിയത്തില്ലാത്ത കുഴിമാടങ്ങളിൽ പോലും പൂക്കൾ അർപ്പിച്ച് ഒരു ബഹുമാനം കാണിച്ചു പോയിരിക്കുന്നത്. വലിയ സങ്കടങ്ങൾക്കിടയിലും വലിയ നൊമ്പരത്തിനിടയിലും അവർ ആ മര്യാദയും സ്നേഹവും കാണിക്കുന്നു എന്നത് മലയാളിയുടെ ഏറ്റവും വലിയൊരു ഏറ്റവും സ്നേഹബഹുമാനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മനുഷ്യൻ
മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും അവന് വലിയ ആത്മാഭിമാനമുണ്ട് എന്നൊരു ചിന്തയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഹൃദയഭൂമി ഇവിടെ ഒരുക്കി കൊടുക്കുന്നത്. പുത്തുമല എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഉള്ളുപൊട്ടി ഒഴുകി വന്ന മലയാണ് പുത്തുമല എന്ന് പറയുന്നത്. 2019 അന്നും കുറേ മനുഷ്യരെ ഇവിടെ അടക്കിയിരുന്നു അല്ലേ? 19 ഓഗസ്റ്റിൽ 17 പേരാണ് അന്ന് ഇവിടെ മരിക്കുന്നത്. അത്രമേൽ തുടർച്ചയായി ദുരന്തങ്ങൾ എത്തിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ചൂരൽമല.